ഹലോ, നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആവശ്യത്തിന് ഉള്ള കോവയ്ക്ക എടുത്ത് നന്നായിട്ട് ഉപ്പുവെള്ളത്തിനകത്ത് കഴുകി, കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഉപ്പുവെള്ളത്തിനകത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സവാളയും പച്ചമുളകും കരിയാപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കോവയ്ക്ക നല്ല നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനും അതിനകത്തോട്ട് കടുകിട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കരിയാപ്പിലയും പച്ചമുളകും ഒന്നിട്ട് വഴറ്റി കൊടുക്കണം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം സാധാരണ സവാളയും കോവയ്ക്കായും എല്ലാം കൂടെ അരിഞ്ഞ് ഒരുമിച്ച് എണ്ണ ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ ആദ്യം സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഇട്ട് വെക്കണം. അങ്ങനെ അതിനകത്തോട്ട് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇരുന്നാണ് വേകുന്നത്. അപ്പം തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്താൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.